ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പ് നമ്മൾ സിംഗിൾ ഫേസ് ഡി ബിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു. അതുകൊണ്ട് തന്നെ 3 ഫേസ് ഡി ബിനെ കുറിച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാണ് പലരും കമൻറ്റ് ചെയ്യുന്നത്, അതുപോലെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതായാലും ഡ്രസ്സിങ് ഇപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഡി ബി ഡ്രസ്സിങ് ഒരു ഹാഫ്, അതായത് MCB കണക്ട് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാ വർക്കുകളും ചെയ്തൊരു ഡി ബി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്നൊരു നമുക്ക് ഏകദേശം നോക്കാം, ചെറിയൊരു ഐഡിയ ആക്കാം. അതിനു വേണ്ടി നമ്മൾ ഈ വീഡിയോ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എന്നാലും നമുക്ക് ഈ ഡി ബി ഡ്രസ്സിങ് എങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇവിടെ അവർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാവുള്ളൂ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അവിടെ 2 DB ഉണ്ട്. ഇതൊരു ഹോസ്പിറ്റലാണ്. ഇതൊരു ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു കൊറിഡോർ, ഒരു വരാന്തയാണ്. അവിടെയാണ് നമ്മൾ ഈ ഡി ബി വെച്ചിട്ടുള്ളത്. മുകളിൽ സീലിംഗ് ചെയ്തിട്ടില്ല, കേബിളൊക്കെ മുകളിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറയാം. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണും, എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ വരുള്ളൂ. ഇതൊന്ന് ഈ ഡി ബി ആണ്. ഇത് ലൈറ്റ് ഡി ബി, ഇവിടുത്തെ ലൈറ്റിനും എല്ലാ സർക്യൂട്ടുകളും ലൈറ്റിലേക്കൊക്കെ പോകുന്ന ലൈറ്റ് ഡി ബി. ഇത് പവർ ഡി ബി. രണ്ടിനും സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ 2 DB കൊടുത്തിട്ടുണ്ട്. ചിലർ എന്തൊക്കെയുണ്ട്, രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് പവർ ഡി ബിയും അതേമാതിരി പവർ പ്ലഗ്, ലൈറ്റിൻ്റെ സർക്യൂട്ട്, അതുപോലെ AC സർക്യൂട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒറ്റ DB തന്നെ കൊടുക്കാറുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ആവാൻ നമ്മളെ വിഷയങ്ങളും കൺഫ്യൂഷനും അങ്ങനെയൊക്കെ അതൊരു നോൺ സ്റ്റാൻഡേർഡ് ആണ്. അങ്ങനെ ചെയ്യരുത്. ലൈറ്റിന് വേറെ തന്നെ സെപ്പറേറ്റ് ഡി ബിയും, വീട്ടിലത്തെ വിഷയമല്ല ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ബിൽഡിങ്ങിലെ വർക്കുകളാണ് പറയുന്നത്. പവറിന് വേറെ തന്നെ DB കൊടുക്കണം. ഫസ്റ്റ് നമുക്ക് ലൈറ്റ് DB നോക്കാം. UG കേബിൾ 25-ൻ്റെ കേബിളാണ് ഇറക്കിയിട്ടുള്ളത്. ഗ്ലാൻഡ് ചെയ്തുകൊണ്ട് DBയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് കണക്ഷൻ കൊടുത്തിട്ടില്ല. RCCB അതുപോലെ MCBൻ്റെ കണക്ഷൻ കൊടുത്തില്ല. അപ്പോൾ UG കേബിളിൻ്റെ വർക്ക് ഇത്രയും കാര്യങ്ങളാണ്. ഇത് നേരെ വരുന്നത് നമ്മൾ ഈ ഫ്ലോറിൽ ഒരു പാനൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ലൈറ്റ് പാനൽ ബോർഡ്, അതുപോലെ പവർ പാനൽ ബോർഡ്. അതിൽ നിന്നാണ് ഓരോ സൈഡിലേക്ക് ലൈറ്റ് DBയിലേക്ക് കേബിൾ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 10 SWGൻ്റെ ഡബിൾ കോപ്പർ എർത്തിങ്ങിന് വേണ്ടി കോപ്പർ ഇട്ടിട്ടുണ്ട്. അത് മുകളിൽ ഒരു ട്രേ അടിച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഇരുട്ടാണ് അവിടെ, അതുകൊണ്ടാണ് സീലിങ്ങിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കേബിൾ ട്രേ അടിച്ചിട്ടുണ്ട്. എർത്തിങ് എല്ലാം ഡബിൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ എർത്തിങ് എടുത്തിട്ടുള്ളത്, കോപ്പർ എടുത്തിട്ടുള്ളത്. കേബിൾ അതുപോലെ പാനൽ ബോർഡിൽ ഈ ഒരു കേബിൾ ട്രേ വെച്ചുകൊണ്ടാണ് ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കി പിന്നെ നമ്മൾ ഓരോ റൂമിലേക്ക്, ഓരോ വാർഡിൻ്റെ സൈഡിലേക്ക്, നേഴ്സിംഗ് സ്റ്റേഷൻ അതുപോലെയുള്ള ഓരോ സൈഡിലേക്കാണ് നമ്മൾ ഇതിൻ്റെ സർക്യൂട്ടുകൾ പോയിട്ടുള്ളത്. നമ്മൾ കളർ കോഡിങ് പ്രകാരം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണാം, റെഡ്, യെല്ലോ, അതുപോലെ ബ്ലൂ കോൺഡ്യൂട്ടിങ്. ഇങ്ങനെ കോൺഡ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ കുറച്ച് എക്സ്ട്രാ പൈപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്കൊക്കെ നമ്മൾ സർക്യൂട്ട് എവിടെയെങ്കിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ പൈപ്പിലൂടെ ഇടാം. പൊളിക്കേണ്ട ആവശ്യമില്ല, കൺസീലാക്കേണ്ട ആവശ്യമില്ല. അത് ആൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയാനുള്ളത് നമ്മളെ ഫേസ് ഉണ്ട്. ആദ്യം ഫേസ് നമ്മൾ മാറ്റി വെച്ച്, അതായത് സർക്യൂട്ടിൽ ഫേസുകൾ വേറെ തന്നെ ടൈ അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ സൈഡിലൂടെ പറ്റിച്ചിട്ട് നല്ല വൃത്തിയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു ഐഡിയ ആക്കാം. ഇവിടെയാണ് നമ്മളെ RCCB ഐസൊലേറ്റർ വെക്കുന്നൊരു പോർഷൻ. ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ റെഡ്, യെല്ലോ, ബ്ലൂ ആ രീതിയിലാണ് നമുക്ക് DBയിൽ ഉണ്ടാവുക. അതിൻ്റെ പ്ലേറ്റ് വെക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷൻ ഉണ്ടാവുക. റെഡ് ഇവിടെ വരും, യെല്ലോ ഇവിടെ വരും, ബ്ലൂ ഇവിടെ വരും. അതനുസരിച്ച് നമ്മളിപ്പോൾ തന്നെ റെഡി ആക്കിയിട്ട് വയറൊക്കെ ടൈയൊക്കെ അടിച്ച് റെഡി ആക്കിയിട്ടുള്ളത്. അതാണ് ഇവിടെ റെഡ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം. ഇവിടെ ഇനി നമുക്ക് ഇതിൽ MCB വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കണക്ഷൻ കൊടുക്കുന്ന പണിയേ ഉള്ളൂ. അതുപോലെ യെല്ലോ ഫേസ് ഇവിടത്തേക്ക് വരും. യെല്ലോ ഫേസ് അത് ടൈയൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഇതിപ്പോൾ ചെയ്തിട്ട് ഏകദേശം 1-2 മാസം കഴിഞ്ഞിട്ടുണ്ട്. കൊറോണ ഈ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് ഇവിടെ വർക്കിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുള്ളൊരു പഴകിയ പോലെയുള്ളത്. ഇവിടെയാണ് വരിക യെല്ലോ, അതുപോലെ ബ്ലൂ ഇവിടെ വരും. പിന്നെ നമ്മൾ എല്ലാ സർക്യൂട്ടിലും മുമ്പ് നമ്മൾ സിംഗിൾ ഫേസ് DB ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഫെറൂൾസ് ഇട്ടിട്ടായിരുന്നു. ഫെറൂൾസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ DB ഡ്രസ്സിങ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, R2, അതായത് റെഡിൽ 2ാമത്തെ സർക്യൂട്ട്, Y2, Y3, B2, പിന്നെ ഇത് R3. അതുപോലെ ന്യൂട്രൽ ഇങ്ങനെ R2 എല്ലാം കൊടുത്ത പോലെ തന്നെ എർത്തിൽ നമ്മൾ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. B2 അങ്ങനെ തന്നെ
വളരെ കറക്റ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫേസിൽ നമ്മൾ ഫെറൂൾസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസിൻ്റെ വിഷയം വരുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് നോക്കാൻ കഴിയും, ഏതാണ് സർക്യൂട്ട്, എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതെല്ലാവരും ഇങ്ങനെ തന്നെ പ്രോപ്പറാക്കിയിട്ട് തന്നെ ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. ചിലർ പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ട് DB ടെസ്റ്റിംഗ് ചെയ്തിട്ട് പെട്ടെന്ന് ഓൺ ചെയ്തിട്ട് ചാർജ് ആക്കിയിട്ട് പോകുന്ന പലരുണ്ട്. അതാകുമ്പോൾ പിന്നീട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് DB ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം നല്ല വൃത്തി. ഒരു DB നമ്മൾ ഇതിൻ്റെ ഡോർ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രീ ആയിരിക്കണം. MCBയിൽ വെച്ചിട്ടുള്ള സൈഡിലെ ഗ്യാപ്പുകളൊക്കെ ഫ്രീ ആയിരിക്കണം, വളരെ സിമ്പിളായിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇൻകമർ സൈഡ് കേബിൾ കണക്ഷൻ കൊടുക്കേണ്ടത്. അതായത് കേബിൾ ഈ സൈഡിലോട്ട് ഇപ്പോൾ ഫ്രീ ആക്കിയിട്ടുള്ളത് ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കുറച്ച് വളച്ചിങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഐസൊലേറ്ററും RCCB ഇവിടെ കണക്ഷൻ കൊടുക്കുക. പിന്നെ അതിൽ നിന്ന് ഓരോ ലിങ്കാണ് ഈ റെഡ് ഇങ്ങോട്ട്, അതായത് ഇതിൻ്റെ ന്യൂട്രലിലേക്ക് കൊടുക്കേണ്ട ലിങ്ക്, ഓരോ ഫേസിലേക്ക് കൊടുക്കേണ്ട ലിങ്ക്, അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഈ RCCBയിൽ നിന്ന് റെഡ്, അതുപോലെ യെല്ലോ, ബ്ലൂ ഇതിലേക്ക് ലിങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഔട്ട് സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ MCBൻ്റെ ഔട്ടിൽ കൊടുക്കണം. ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ MCB കണക്ഷൻ കൊടുക്കാനുള്ള വർക്ക് മാത്രം പെൻഡിങ് ആക്കിയിട്ട് ബാക്കി എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ രണ്ട് എർത്തിങ്ങിന് നമ്മൾ 2 ടണ്ണർ സ്റ്റെബിലിറ്റിൻ്റെ കോപ്പർ കമ്പി ഉണ്ടായിരുന്നു. ഒന്ന് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എർത്ത് ലിങ്ക്, ഈ സൈഡിലും ഉണ്ട് കേട്ടോ, ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എന്താ കണ്ടോ, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 2 ന്യൂട്രൽ ലിങ്ക് ഉണ്ട്, ഇവിടെയും ഉണ്ട് ഒരു ന്യൂട്രൽ ലിങ്ക്. അത് നമ്മൾ ക്യാൻസൽ ആക്കിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ നിലവിൽ അത്ര സർക്യൂട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ എർത്തിങ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, ശരിക്കും ഇവിടെ അത്ര സർക്യൂട്ട് ഉള്ളൂ. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ലിങ്ക് എടുത്തിട്ട് ഇപ്പുറത്തെ എർത്തിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഫെറോൾസ് നിങ്ങൾ മാക്സിമം ഇടണം, അതാണ് ഒരു സ്റ്റാൻഡേർഡ്. പിന്നെ വയറിങ്ങിൽ നല്ല ലേ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ DBൻ്റെ ഉള്ളിൽ ലേ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ടൈയൊക്കെ അടിച്ചിട്ട് നല്ല വൃത്തി തന്നെ കൊണ്ടുപോകണം. ഇതിപ്പോൾ കുറച്ച് സർക്യൂട്ടുള്ളൂ. ഇതൊരു 8-way DB ആണ്, ഞാൻ പറയാൻ മറന്നുപോയി. ഇതൊരു 8-way 3-phase DB ആണ്. അതുകൊണ്ട് തന്നെ 8-way ആകുമ്പോൾ നമുക്ക് ടോട്ടൽ സിംഗിൾ ഫേസ് ആയിട്ട് 24 സർക്യൂട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഇതിലിപ്പോൾ ഏകദേശം 2, 4, 6, 8, 9 സർക്യൂട്ട് ഇപ്പോൾ നിലവിലുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ വയറുകളും ഒരുമിച്ച് ടൈ അടിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് റെഡിന് സെപ്പറേറ്റ്, യെല്ലോ സെപ്പറേറ്റ്, ബ്ലൂ സെപ്പറേറ്റ് അങ്ങനെയും വേണമെങ്കിൽ എടുക്കാം. ഇതൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ കലാബോധം കൂടി ഈ DB ടെസ്റ്റിങ്ങിൽ വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കണം. തൊട്ടപ്പുറത്താണ് ഒരു പവർ DB കൂടി ഉണ്ട്, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. ഇനി ഒരു വലിയൊരു ലെങ്തി വീഡിയോ ആവണ്ട, അതുകൊണ്ട് തന്നെ ഇവിടെയും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പവർ പ്ലഗിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 4ൻ്റെ വയറാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് പവറുള്ള ഇതായതുകൊണ്ട് തന്നെ 4 ആണ് വയർ വെച്ചിട്ടുള്ളത്. ഇതും ഫെറോൾസിൽ നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എർത്തിങ് പ്രോപ്പറാക്കി ചെയ്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തി മസ്റ്റാണ്. അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എർത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് LNT കമ്പനീൻ്റെ DB ആണ്. നിങ്ങളൊക്കെ സാധാരണ ഏത് DB ആണ് യൂസ് ചെയ്യാറ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവും ഏതൊക്കെയാണ് ഈ DBകളെ ഏതൊക്കെ കമ്പനി DBകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള കമ്പനി LNT എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഏതൊക്കെ DB എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല പുതിയ വീഡിയോകളും മറ്റും വീണ്ടും വരും. ഓക്കെ, താങ്ക് യു.